അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ അധ്യായമായ സൂറത്തുർ റഹ്മാനിലൂടെയാണ് നാം പഠന സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ 5-ാമത്തെ സൂക്തമാണ്. അള്ളാഹു അത് പറയുന്നത് അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും ഒരു കൃത്യമായ കണക്കനുസരിച്ചായിരുന്നു, ഒരു കണിശമായ ഒരു കണക്കനുസരിച്ചാകുന്നു നിലകൊള്ളുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. 5-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ നിന്ന് മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ച, പടച്ചു വെച്ച കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതായി കൂടി നമുക്കിവിടെ അനുഭവപ്പെടും. അതായത് ആദ്യത്തെ ആയത്തുകളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മനുഷ്യനിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന പ്രത്യേകതകൾ, സൃഷ്ടിപരമായ കഴിവുകൾ എന്നതാണ്. അതേസമയം ഇപ്പോൾ മനുഷ്യന് വേണ്ടി തൻ്റെ പ്രതിനിധിയായ മനുഷ്യന് ഭൗതികമായ ജീവിതത്തിൽ ലഭിക്കുന്ന ആയുഷ്കാലം സന്തോഷത്തോടെ, സമാധാനത്തോടെ, സാരോഗ്യം ജീവിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്കാണ് അല്ലാഹു ഈ ആയത്ത് മുതൽ പ്രവേശിക്കുന്നത്. ഇവിടെ കൃത്യത എന്നാണ് പറയുന്നത്. സൂര്യനും ചന്ദ്രനുമെല്ലാം ഒരു കണിശമായ കൃത്യതക്കനുസരിച്ചാണ് ഈ ലോകം ഉണ്ടായതു മുതൽ ഇന്നുവരേക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കറക്കത്തിൻ്റെ വേഗതയും മറ്റുമെല്ലാം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അത് വളരെ കൃത്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 100 കൊല്ലം മുമ്പുള്ള ഒരു സംഭവത്തിൻ്റെ തീയതി നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ കഴിയും അനായാസം. കാരണം ഒരു ദിവസവും മാറുന്നില്ല. കൃത്യമായ അളവിലാണ് ദിവസങ്ങൾ ഉണ്ടാകുന്നതും കടന്നു പോകുന്നതും. അതേസമയം അടുത്ത ഒരു 100 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ കണക്ക് കൂട്ടി പറയാൻ കഴിയും. ഇത് കേവലം തീയതികളുടെ പ്രത്യേകതയല്ല, മറിച്ച് ഈ വർഷത്തിൽ ഇനി എന്നാണ് സൂര്യഗ്രഹണം ഉണ്ടാവുക. ഉദാഹരണമായിട്ട് സൂര്യഗ്രഹണം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു തീയതി കുറിച്ചിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് സൂര്യൻ കറങ്ങി, ഭൂമി കറങ്ങി, ചന്ദ്രൻ കറങ്ങി, ഇവ മൂന്നും ഒരേ രേഖയിൽ വരിക എപ്പോഴായിരിക്കും, മൂന്നിൻ്റെയും ഭ്രമണപഥത്തിലെ ബിന്ദുക്കൾ ഒരേ ശ്രേണിയിലായി വരിക എപ്പോഴായിരിക്കും എന്നത് നമുക്ക് ഇപ്പോൾ തന്നെ കൃത്യമായി ഗണിക്കാൻ കഴിയുന്നത്, കണക്ക് കൂട്ടാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം വളരെ കൃത്യമായി ചലിക്കുന്നത് കൊണ്ടാണ്. ഈ കൃത്യത അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കൃത്യത പ്രധാനമായും എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് അല്ലാഹു പറഞ്ഞത് സൂറത്ത് യൂനുസിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ജഅല അശ്-ശംസ ളിയാഅൻ വൽ ഖമറ നൂറ. സൂര്യനെ ഒരു വിളക്കും ചന്ദ്രനെ ഒരു പ്രഭയുമാക്കിയിരിക്കുന്നത് അവനാണ്. അത് മറ്റൊരു വലിയ ചിന്താലോകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിടത്തെല്ലാം ഇപ്രകാരത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഖുർആനിൻ്റെ അമാനുഷികതയുടെ മറ്റൊരു അടയാളം കൂടിയാണ്. ചന്ദ്രന് സ്വയം പ്രകാശമില്ല. ചന്ദ്രനിലുള്ളത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം പ്രതിഫലിക്കുമ്പോൾ ഉണ്ടാകുന്ന ശോഭ മാത്രമാണ്. ശരിക്കും വിളക്കായി, വെളിച്ചത്തെ പ്രസരിപ്പിക്കുന്ന സ്രോതസ്സായി നിലകൊള്ളുന്നത് സൂര്യൻ മാത്രമാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞുകൊണ്ട് പറയുന്നു, വഖദ്ദറഹു മനാസില. അവയ്ക്ക് വേണ്ടി രാശികൾ കണക്കാക്കുകയും ചെയ്തു. ഇന്ന രാശിയിൽ ഇന്ന സമയത്ത് സൂര്യൻ എത്തിച്ചേരുന്നു, ചന്ദ്രൻ ഇന്ന രാശിയിൽ ഇന്ന സമയത്ത് എത്തിച്ചേരുന്നു, അപ്പോൾ വേനൽക്കാലം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വർഷക്കാലം ഉണ്ടാകുന്നു, തുടങ്ങിയ കാലവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ.
ഇങ്ങനെ ഇതിനെല്ലാം കൃത്യമായ ഭ്രമണപഥങ്ങൾ അല്ലെങ്കിൽ രാശിമണ്ഡലങ്ങൾ ഇതെല്ലാം നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹു പറയുന്നു, ലിതഅലമു ആദദ സിനീന വൽ ഹിസാബ്, കണക്കും വർഷങ്ങളുടെ എണ്ണവും നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ടല്ല എങ്കിൽ ഒരിക്കലും ഇങ്ങനെ മനുഷ്യന് അതിനെ ആധാരമാക്കിക്കൊണ്ട് ഒരു കണക്ക് രൂപപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരെണ്ണം കണ്ടെത്താനോ കഴിയുകയില്ല. അതുകൊണ്ട് എത്ര ആഴ്ച, എത്ര ദിവസം, എത്ര മാസം എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യത അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ കണക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ ഈ കണക്കിൻ്റെ കൃത്യത തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു ഉദാഹരണം പറയാം. അത് സൂറത്തുൽ കഹ്ഫിൻ്റെ 25-ാമത്തെ ആയത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് ഗുഹാവാസികളെ കുറിച്ചാണ്. നമുക്കറിയാം, അതായത് ഏകദേശം AD 249 മുതൽ ഭരിച്ചിരുന്ന AD 251 വരെ എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ആ കാലഘട്ടത്തിൽ അവിടെ ഭരിച്ചിരുന്ന റോമൻ ചക്രവർത്തി ഉണ്ടായിരുന്നു. ദുഖിയാനൂസ് എന്നായിരുന്നു ആ രാജാവിൻ്റെ പേര്. ഡെസ്യൂസ് എന്നാണ് ഭൗതിക ചരിത്രം അദ്ദേഹത്തെ പറയുന്നത്. സീസർ ഡെസ്യൂസ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലമായി നമുക്ക് കാണാൻ കഴിയുന്നത് BC 249 മുതൽ 250 വരെയുള്ള കാലമാണ്. ഏതായിരുന്നാലും ഈ കാലത്തിൻ്റെ ഇദ്ദേഹം ഒരു ക്രൈസ്തവ ഭരണാധികാരി ആയിരുന്നു എങ്കിൽ തന്നെയും ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഇദ്ദേഹം തൻ്റേതായ പ്രത്യേകമായ താല്പര്യങ്ങൾക്കും വികാരങ്ങൾക്കും വിധേയമായിക്കൊണ്ട് മതപരമായ നിഷ്കർഷ പുലർത്തുന്ന ക്രിസ്ത്യാനികളെ വേട്ടയാടുമായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, അദ്ദേഹത്തിൻ്റെ മതം ക്രിസ്ത്യാനിറ്റിയാണ്, അദ്ദേഹം ക്രിസ്ത്യൻ സാമ്രാജ്യമായ റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, സീസറാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും അദ്ദേഹം മതപരമായി ചില ഒഴിവ് കഴിവുകൾ പുലർത്തുന്ന ആളായിരുന്നു. അതായത് തീവ്രമായ മതബോധം വേണ്ട എന്ന് വാദിക്കുന്ന, ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ചില കയ്യിലിരിപ്പുകൾ ഉണ്ടായിരുന്നു. ആ കയ്യിലിരിപ്പുകൾ മതപരമായി ശുഷ്കാന്തി പുലർത്തുന്ന ആൾക്കാരുടെ മുമ്പിൽ അത് വിലപ്പോവില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രതിബന്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ക്രിസ്ത്യാനികളെ വേട്ടയാടിയിരുന്നത് എന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഏഷ്യ മൈനറിൻ്റെ പശ്ചിമ തീരത്ത് റോമക്കാരുടെ ഏറ്റവും വലിയ പട്ടണമായിരുന്ന അഫ്സൂസ് എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം നടന്നിരുന്നത് എന്നാണ് ചരിത്രങ്ങളിൽ മനസ്സിലാകുന്നത്. അതായത് ഈ അഫ്സൂസ് എന്ന് പറയുന്ന നഗരമടക്കമുള്ള പ്രദേശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായിരുന്നു എന്നാണ്. ഏതായിരുന്നാലും സംഭവത്തിൻ്റെ ഏറ്റവും ചുരുക്ക വിവരണം ഇങ്ങനെയാണ്. മതപരമായി ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാത്ത 7 സത്യവിശ്വാസികളായ ആൾക്കാർ ആ രാജ്യത്തുണ്ടായിരുന്നു. അവരെ രാജാവ് ശ്രദ്ധിച്ചു, അവരെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. അതിലൊന്നും വീഴാത്തത് കൊണ്ട്, അതിനൊന്നും വശംവദരാവാത്തത് കൊണ്ട് ഭീഷണിപ്പെടുത്തി അവരെ പ്രകോപിപ്പിക്കുവാൻ രാജാവ് തീരുമാനിച്ചു. ആ വിവരം അറിഞ്ഞതോടുകൂടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇത്തരമൊരു രാജാവിന് അനുകൂലമാണ്. അതുകൊണ്ട് അവർ നാടുവിടാൻ തീരുമാനിച്ചു. അവർ തൊട്ടടുത്ത ഒരു മലയുടെ മുകളിലേക്ക് കയറി. എന്ന് മാത്രമല്ല, അത് ഈ അഫ്സൂസ് അല്ലെങ്കിൽ എഫേസൂസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ മുഫസ്സിറുകൾ അഫ്സൂസ് എന്നാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു പേര് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന അഫ്സൂസ് പട്ടണത്തിൽ ഉണ്ടായിരുന്ന ഒരു മലയുടെ മുകളിൽ കയറുകയും ആ മലയുടെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു ഗുഹയിൽ അവർ അഭയം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ രാജ്യത്ത്, അതായത് മലയുടെ ചുവട്ടിൽ ഗുഹയുടെ പുറത്ത് വിശ്വാസപരമായ ഒരുപാട് വിപ്ലവങ്ങൾ നടക്കുന്ന സമയമാണ്. ആ വിപ്ലവങ്ങളോടൊന്നും രാജിയാകുവാൻ സത്യവിശ്വാസികളായ ഈ 7 പേർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അള്ളാഹു അവരെ അങ്ങോട്ട് ഉറക്കിക്കളഞ്ഞു, ദീർഘമായി ഉറക്കിക്കളഞ്ഞു. ഈ രാജാവിൻ്റെയും തൊട്ടടുത്ത രാജാവിൻ്റെയും
പിന്നീട് വന്ന രാജാക്കന്മാരുടെയും എല്ലാം കാലവും അവർ ദീർഘമായ ആ ഗുഹയുടെ ഉള്ളിൽ ഉറങ്ങുകയായിരുന്നു. ആ സംഭവം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിന്റെ 25-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലബിസൂ ഫീ കഹ്ഫിഹിം സലാസമിഅത്തിൻ സിനീന വസ്ദാദൂ തിസ്ആ എന്നത്. ഈ പറയുന്നത് അവർ അവരുടെ ഗുഹയിൽ ഉറങ്ങിയത് 300 വർഷമായിരുന്നു, ഒപ്പം 9 വർഷവും. ഇവിടെ അള്ളാഹുവിൻ്റെ പ്രയോഗത്തിന് പ്രത്യേകതയുണ്ട്. അള്ളാഹു അവർ ഗുഹയിൽ ഉറങ്ങിയത് 309 വർഷമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അത് പറയുന്നതിന് പകരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരു ശൈലി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. എന്താണ് ആ ശൈലി? 300-ഉം പിന്നെ 9-ഉം എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്നത് ആ കാലത്ത് മനസ്സിലായിരുന്നില്ല. ഒരുപക്ഷെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തുമായി ലോകത്തേക്ക് വരുന്ന സമയത്തും അത് മനസ്സിലാക്കിയെടുക്കാൻ ആവശ്യമായ തരത്തിലുള്ള ഒരു ശാസ്ത്രീയ വളർച്ച മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അള്ളാഹു 309 എന്ന് പറയാതെ 300-ഉം 9-ഉം എന്ന് പറയുന്നത്? ഇതൊരു വലിയ ചിന്തയാണ്, ഇതൊരു ശാസ്ത്രീയമായ സത്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലെ 2 കാലഗണനയെയും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ 2 തരത്തിലുള്ള കാലണ്ടറുകൾ ഉണ്ട്. ഒന്ന് സൂര്യൻ്റെ കറക്കത്തെ ആസ്പദമാക്കിയുള്ള കലണ്ടർ. ആ കലണ്ടറിനെയാണ് സൗരവർഷം അല്ലെങ്കിൽ സോളാർ ഇയർ എന്ന് പറയുന്നത്. മറ്റൊന്ന് ചന്ദ്രൻ്റെ കറക്കത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു കലണ്ടറാണ്. അതിനെ ചാന്ദ്രവർഷം എന്നും ലൂണാർ ഇയർ എന്നും പറയുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം സൂര്യൻ്റെ കറക്കം, സൂര്യൻ ഒരു വർഷം തികക്കുന്നത് അല്ലെങ്കിൽ ഒരു വർഷം അടയാളപ്പെടുത്തുന്നത്, ഒരു കറക്കം പൂർത്തിയാക്കുന്നത് 365 ദിവസം അഥവാ 12 മാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, നമുക്കറിയാം. അതേസമയം ചന്ദ്രവർഷത്തിൽ 31-ാം തീയതി ഉണ്ടാവുകയില്ല. മാത്രമല്ല 28 ഉണ്ടാവുകയില്ല. 29-മാകാം 30-മാകാം, അത്ര മാത്രമേ സാധ്യതയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ സൗരവർഷത്തിൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ചാന്ദ്രവർഷത്തിൽ 11 ദിവസം കൂടി വേണ്ടിവരും അത് പൂർത്തിയാവുവാൻ. അതായത് 365 ദിവസം കൊണ്ടാണ് 12 മാസങ്ങളിലായി സൂര്യൻ ഒരു കറക്കം പൂർത്തിയാക്കുന്നതും സൗരവർഷം രേഖപ്പെടുത്തുന്നതും എങ്കിൽ ചാന്ദ്രവർഷം 11 ദിവസം കുറഞ്ഞ് 355 ദിവസം കൊണ്ടാണ് ഒരു വർഷം പൂർത്തിയാകുന്നത്. അപ്പോൾ ഈ 2 തരം കലണ്ടറുകളും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹു ഇവിടെ അംഗീകരിച്ചിരിക്കുന്നു ഈ ആയത്തിൽ. അതെന്താണെന്നറിയാമോ? മുകളിൽ പറഞ്ഞ സൂര്യചന്ദ്രന്മാരുടെ കൃത്യമായിട്ടുള്ള ആ കണക്ക് ഓരോ വർഷത്തിലും ചാന്ദ്ര കലണ്ടറിൽ 11 ദിവസത്തിൻ്റെ കുറവ് വരികയാണ് എങ്കിൽ, അതായത് സൂര്യവർഷം അനുസരിച്ച് കണക്ക് കൂട്ടുമ്പോൾ ഓരോ വർഷത്തിലും ചാന്ദ്രവർഷം അനുസരിച്ച് 11 ദിവസത്തിൻ്റെ കുറവ് ഉണ്ടാകുമെങ്കിൽ ഓരോ 33 വർഷം പിന്നിടുമ്പോഴേക്കും ചാന്ദ്ര കലണ്ടറിൽ ഒരു വർഷം, അതായത് സൗര കലണ്ടർ 33 വർഷമാകുമ്പോഴേക്കും ചാന്ദ്ര കലണ്ടർ 34 വർഷമായിരിക്കും. 33 സൂര്യവർഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 34 ചാന്ദ്രവർഷങ്ങളായിരിക്കും. ഇതാണ് ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു സൂര്യവർഷം നമ്മൾ നേരത്തെ പറഞ്ഞു 365 ദിവസമാണ്, 12 മാസങ്ങളാണ് ഉണ്ടാവുക. ഒരു ചന്ദ്രവർഷം എന്ന് പറഞ്ഞാൽ 355 ദിവസങ്ങളാണ് ഉണ്ടാവുക. അതിലും 12 മാസങ്ങൾ തന്നെയാണ്, പക്ഷേ 11 ദിവസം കുറവുണ്ടാവും. അപ്പോൾ 33 സൂര്യവർഷം പൂർത്തിയാകുമ്പോൾ
34 ചന്ദ്രവർഷമായി. 66 സൂര്യവർഷം പൂർത്തിയാകുമ്പോൾ 68 ചന്ദ്രവർഷമാകും. 2 വർഷം കൂടും. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ 104 വർഷം പൂർത്തിയാകുമ്പോൾ ചന്ദ്രവർഷം 3 വർഷം കൂടും. 132 മുതൽ 136 വരെ 4 വർഷം കൂടും. അതായത് 132 സൂര്യവർഷം എന്ന് പറഞ്ഞാൽ അത് 136 ചന്ദ്രവർഷമായിരിക്കും. 165 സൂര്യവർഷം എന്ന് പറഞ്ഞാൽ 170 ചന്ദ്രവർഷമായിരിക്കും. അതായത് 5 വർഷം കൂടും. മാത്രമല്ല 203 സൂര്യവർഷമായാൽ അത് 209, 6 വർഷം കൂടി 209 ചന്ദ്രവർഷമാവും. 236 സൂര്യവർഷമാകുമ്പോൾ 243 ചാന്ദ്രവർഷമായിട്ടുണ്ടാകും. 7 വർഷം കൂടിയിട്ടുണ്ടാകും. 269 സൂര്യവർഷം ഉണ്ടാകുമ്പോൾ 277 ചാന്ദ്രവർഷം, അതായത് 8 വർഷങ്ങൾ അധികമായിട്ടുണ്ടാകും. 302-ലെത്തുമ്പോൾ 311 ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ സൂര്യവർഷവും ചന്ദ്രവർഷവും തമ്മിലുള്ള വ്യത്യാസം 9 വർഷമായിരിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യമാണ് സൂചിപ്പിച്ചത്. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ തിസ്ആ. അതായത് സൂര്യവർഷമനുസരിച്ച് അവർ 300 കൊല്ലം ഗുഹയിൽ ജീവിച്ചു, ഉറങ്ങിക്കിടന്നു. അത് ചാന്ദ്രവർഷമനുസരിച്ചാണെങ്കിൽ അത് 311 വർഷമായിരിക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഈ 2 കലണ്ടറിൻ്റെയും അസ്തിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്നു എന്നുള്ളത് ഈ ആയത്ത് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ സൂര്യവർഷമാണോ നല്ലത്, അല്ല ചാന്ദ്രവർഷമാണോ നല്ലത്? അങ്ങനെ ഇപ്പോൾ മതത്തിൻ്റെ പേരിലാണെങ്കിലോ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ പേരിലാണെങ്കിലോ നമ്മൾ അങ്ങനെ ഒരു വാശി പിടിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രപഞ്ചത്തിലെ ഏതാണ്ട് എല്ലാ കലണ്ടറുകളും ഒരേ അല്ലെങ്കിൽ ഏതാണ്ട് ഒരേ എണ്ണം മാസങ്ങൾ, ദിവസങ്ങൾ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ എല്ലാ കലണ്ടറിൻ്റെയും അടിസ്ഥാനം ഒന്നുകിൽ സൂര്യനാണ് അല്ലെങ്കിൽ ചന്ദ്രനായിരിക്കും. അപ്പം അതുകൊണ്ട് സൂര്യവർഷമാണോ നല്ലത് അല്ല ചാന്ദ്രവർഷമാണോ നല്ലത്, അങ്ങനെ നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യം ഇല്ല. സത്യത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ ചാന്ദ്രവർഷമാണ് ഉള്ളത്. മാത്രമല്ല നമ്മുടെ മതപരമായ ആരാധനകളും ചടങ്ങുകളുമെല്ലാം ചാന്ദ്രവർഷത്തെ ചുറ്റിപ്പറ്റിയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ആ നിരക്കുള്ള ഒരു മേൽക്കൈ അല്ലെങ്കിൽ ഒരു പ്രത്യേകത അതിന് കൽപ്പിച്ചു കൊടുക്കാം. അത് തീർച്ചയായും ന്യായമാണ്. അതേസമയം അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ദാദൂ തിസ്ആ എന്ന് പറയുമ്പോൾ സൗരവർഷത്തെ കലണ്ടറേയും അതുപോലെ തന്നെ ചാന്ദ്രവർഷ കലണ്ടറിനെയും രണ്ടും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അത് നമ്മൾ പറഞ്ഞപ്പോൾ പറയുകയാണ്, ഒരുപാട് കാര്യങ്ങൾ. ഉദാഹരണമായി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹുവല്ലദീ ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറാ. സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയുന്നു. സൂറത്ത് നൂഹിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ വജഅല ശംസ സിറാജ. നോക്കൂ, അതായത് അല്ലാഹു പറയുന്നത് എന്താണ്? സൂര്യനിലാണ് യഥാർത്ഥ പ്രകാശമുള്ളത്, ചന്ദ്രനിൽ സ്രോതസ് എന്ന അർത്ഥത്തിലുള്ള പ്രകാശമില്ല, മറിച്ച് പ്രതിഫലിക്കുന്ന പ്രകാശം മാത്രമാണ്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരു വേള ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു അത്ഭുതമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ഖുർആനിലല്ലാതെ ഒരിക്കലും എവിടെയും ഈ കൃത്യതയെ ഈ അർത്ഥത്തിൽ അടിവരയിട്ട് പറയുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, സൂര്യൻ്റേത് ഇന്ന പ്രകാശമാണ്, ചന്ദ്രൻ്റേത് ഇന്ന പ്രകാശമാണ് എന്ന് പറയുന്നത് അത് ഖുർആനിൽ മാത്രമേ പറയുന്നുള്ളൂ. ശരിക്ക് ചിന്തിച്ചു നോക്കിയാൽ ഒരുപക്ഷെ അങ്ങനെയാണോ പറയേണ്ടത് എന്ന് ശങ്കിച്ചു പോകും. ഉദാഹരണമായിട്ട് ചന്ദ്രൻ്റെ വെളിച്ചം, ചന്ദ്രനിലല്ലേ വെളിച്ചം ഉണ്ടാവേണ്ടത്? കാരണം ചന്ദ്രനെ നമ്മൾ കാണുന്നത് പ്രധാനമായും രാത്രിയല്ലേ. അപ്പോൾ രാത്രി ഇരുട്ടല്ലേ, ഇരുട്ടിലല്ലേ ആ വെളിച്ചം വേണ്ടത്. അപ്പോൾ ശരിക്കും സൂര്യനല്ലല്ലോ ചന്ദ്രനല്ലേ വെളിച്ചം വേണ്ടത്, അല്ലെങ്കിൽ ചന്ദ്രന് കൂടി വെളിച്ചം വേണ്ടേ, അതിന് ശോഭ മാത്രം മതിയോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി
പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്ത് വരാനിരിക്കുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും ചിന്തിക്കുവാനും മനനം ചെയ്യുവാനും ഗവേഷണം ചെയ്യുവാനും എല്ലാം പറ്റുന്ന വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യം പറഞ്ഞിരിക്കുന്നു. അത് വിശുദ്ധ ഖുർആനിൽ മാത്രമേ ഉള്ളൂ എന്നതാണ്. അത് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മറിച്ചു നോക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ബൈബിൾ എന്ന് പറയുന്നത്. നമ്മുടെ ബൈബിൾ, ഇഞ്ചിൽ എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് അത്. മാത്രമല്ല അത് ശരിക്കും ബൈബിൾ തന്നെയാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള അവരുടെ പുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, ഗോഡ് മെയ്ഡ് 2 ഗ്രേറ്റ് ലൈറ്റ്സ്, 2 മഹാദീപങ്ങളെ അള്ളാഹു. കണ്ടോ, ഇവിടെ അള്ളാഹു സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഗ്രേറ്റ് ലൈറ്റ്സ് എന്നാണ് പറയുന്നത്. ദ ഗ്രേറ്റർ ലൈറ്റ് ടു ഗവേൺ ദ ഡേ ആൻഡ് ദ ലെസർ ലൈറ്റ് ടു ഗവേൺ ദ നൈറ്റ്. അപ്പോൾ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും പറഞ്ഞു എന്നതും ഒരത്ഭുതമാണ് ഈ ആയത്തിൽ എന്ന് ചുരുക്കം. ഈ ആയത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം സൂര്യനും ചന്ദ്രനും കണിശമായ ഒരു കൃത്യത പുലർത്തുന്നു. ആ കൃത്യത ലോകത്തിൻ്റെ കണക്കുകളെയും കാലങ്ങളെയും കലണ്ടറുകളെയും സ്വാധീനിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെയും ചന്ദ്രനെയും എടുത്തു പറയുക വഴി അതിലേക്ക് കൂടി അതിൻ്റെ ആ സൃഷ്ടിപ്പിലേക്ക് കൂടി അല്ലാഹു ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരർത്ഥം കൂടിയുണ്ട്, വശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്ന ആയത്തിനെ പറയാം. അസ്തൗദിയക്കുമുല്ലാഹ് ദീനക്കും അമാനാത്തിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.